വിശ്വത്തിൻ നിർവരമ്പേ വിരുതൊടു സകലം കാത്തഴിക്കുന്ന വമ്പേ വിജ്ഞാനജ്ഞാനകാമ്പേ കനികൊടു കഥന കണ്ണുനേർ നീക്കുമമ്പേ ഭക്തിയാ വാഴ്ത്താം കുരുമ്പേ പ്രണതജനമനോ മന്ദിരപ്പോൽ തിടമ്പേ ഭംഗ്യാവന്നെന്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ. ദേവീ ശരണമമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. ദശമസ്കന്ധത്തിലെ 4-ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. വിന്ധ്യൻ തന്റെ ശക്തിയാൽ സൂര്യഗമനത്തെ തടഞ്ഞു. അതുകൊണ്ട് ലോകത്തിലുണ്ടാകുന്നതായിട്ടുള്ള നഷ്ടങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇന്നലെ അവലോകനം ചെയ്ത് നിർത്തിയത്. കഥയെ തുടർന്നുകൊണ്ട് സൂതൻ പറയാൻ തുടങ്ങുന്നു. അതിനെ തുടർന്ന് മഹേന്ദ്രൻ മുതലായിട്ടുള്ള ശിവൻ മുതലായിട്ടുള്ള ദേവന്മാരെ ബ്രഹ്മാവിനെ മുൻനിർത്തിക്കൊണ്ട് മഹേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ദ്രൻ മുതലായിട്ടുള്ള ദേവന്മാരെ ബ്രഹ്മാവിനെ മുൻനിർത്തിക്കൊണ്ട് മഹാദേവനെ ശരണം പ്രാപിച്ചു. ആ മഹാദേവനെ സ്തുതിച്ച് തൊഴുത ദേവന്മാരെ സ്തുതിച്ച സ്തുതിയും മഹാദേവനോട് ചെയ്ത പ്രാർത്ഥനകളുമാണ് പറയണത്. ദേവദേവേശ, ഭൂതഗണാധിദേവ, ഭക്തർക്ക് സകലാഭീഷ്ടങ്ങളും നൽകുന്നവനെ, മഹാമായയ്ക്ക് വിലാസസ്ഥാനമായിട്ടുള്ളവനെ, പരമാത്മാവായിട്ടുള്ളവനെ, കൈലാസത്തിൽ വസിക്കുന്നവനെ, പരമേശ്വര, മാന്യ, മനോ, മാനദായിൻ, അജ, ബഹരൂപ, ശംഭോ മുതലായിട്ടുള്ള നാമങ്ങളെ കൊണ്ട് ഭഗവാനെ കീർത്തിച്ചു, നമസ്കരിച്ചു, സ്തുതിച്ചു. ഇപ്രകാരം ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടപ്പോൾ ദേവദേവേശനായിട്ടുള്ള മഹാദേവൻ പ്രസാദിച്ചു, ചോദിച്ചു, സ്തുതികളെ കേട്ട് ഞാൻ സന്തോഷിച്ചിരിക്കുന്നു. മനോരഥം ഞാൻ നിങ്ങളുടെ നിറവേറ്റുന്നുണ്ട്. എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോഴാണ് പറയണത്, വിന്ധ്യൻ എന്ന ഈ പർവ്വതം മേരുവിനെ ദ്വേഷിക്കുന്നവനാണ്. അവനിപ്പോൾ ആദിത്യന്റെ മാർഗം തടഞ്ഞ് എല്ലാവർക്കും ദുഃഖമുണ്ടായിരിക്കുന്നു. അവന്റെ വളർച്ച ഉടൻ തന്നെ തടഞ്ഞ് സകലർക്കും മംഗളം നൽകണം. സൂര്യന്റെ സഞ്ചാരം തടയപ്പെട്ടാൽ എങ്ങനെ കാലജ്ഞാനമുണ്ടാവും? യജ്ഞങ്ങള്, യാഗങ്ങള്, ഹോമാദികളെല്ലാം ലോകത്തിലെങ്ങനെയാ നടക്കുക? അതുകൊണ്ട് അങ്ങ് മാത്രമാണ് ഞങ്ങൾക്ക് ഏകയേവ ശരണമായിരിക്കുന്നത്. ഹേ ഗിരിജാപതേ, ഞങ്ങളുടെ ദുഃഖത്തിനെയെല്ലാം തീർത്ത് തരണമേ എന്ന് മഹാദേവനോട് അവരെല്ലാം കൂടി പ്രാർത്ഥിച്ചു. ദേവന്മാരുടെ പ്രാർത്ഥന കേട്ട മഹാദേവൻ പറഞ്ഞു, ദേവന്മാരെ, അവന്റെ വളർച്ചയെ തടയാനുള്ള ശക്തി എനിക്കുമില്ല. നമുക്കെല്ലാവർക്കും കൂടി ചേർന്ന് ഇക്കാര്യം രമാപതിയായിട്ടുള്ള മഹാവിഷ്ണുവിനോട് ചെന്നു പറയാം. അദ്ദേഹമാണ് നമുക്കൊക്കെ പൂജ്യനായിട്ടുള്ള പ്രഭു. ആ ഭഗവാൻ ഗോവിന്ദൻ മഹാവിഷ്ണുവിനെ സമീപിച്ച് നമ്മളുടെ ദുഃഖങ്ങളൊക്കെ പറയാം. അദ്ദേഹം ഈ ദുഃഖത്തിൽ നിന്ന് നമ്മളെ കരകയറ്റുമെന്നുള്ളതിൽ സംശയമില്ല എന്ന് അവരെ തൽക്കാലം ആശ്വസിപ്പിച്ച് എല്ലാ ദേവന്മാരെയും ബ്രഹ്മാവിനെയും കൂട്ടിക്കൊണ്ട് മഹാദേവൻ ഇതാ നേരെ വൈകുണ്ഠത്തിലേക്ക് ആണ് പോകുന്നത്. വൈകുണ്ഠത്തിൽ പോയിട്ട് മഹാവിഷ്ണുവിനെ കണ്ട് സ്തുതിക്കാനായിട്ട് വൈകുണ്ഠത്തിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് 4-ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുന്നത്. ദേവന്മാരുടെ വിഷ്ണുസ്തുതിയെയാണ് അടുത്ത അധ്യായത്തില് ദീർഘമായിട്ട് 5-ാമത്തെ അധ്യായത്തില് ഇവിടെ പറയുന്നത്. ആ ഭാഗങ്ങളെ നമുക്ക് നാളെ അവലോകനം ചെയ്യാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. എല്ലാവർക്കും മഹാദേവിയുടെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുദിനം നേർന്നുകൊണ്ട് ശ്രീ മഹാദേവ്യൈ